ഹായ് സുഹൃത്തുക്കളെ, വരിക്കോടൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാനിപ്പോഴുള്ളത് തിരൂരിനടുത്ത മംഗലത്താണ്. എൻ്റെ അടുത്തിരിക്കുന്ന ഈ കുട്ടിയെ നിങ്ങൾക്ക് മനസ്സിലായോ? അത് മനസ്സിലാകണമെങ്കിൽ ഏതാണ്ട് 4 വർഷം പിന്നോട്ട് സഞ്ചരിക്കണം. ഇത് ലുബ്ന ഫാത്തിമ. 2022 ഖത്തർ ലോകകപ്പിൽ ലുബ്നയ്ക്ക് പ്രായം 6 വയസ്സ്. അന്ന് അർജന്റീന തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ദുർബലരായ സൗദി അറേബ്യയോട് പരാജയപ്പെട്ട കളി കണ്ട ശേഷം അർജന്റീനയുടെ കൊച്ചു ആരാധികയായ ലുബ്ന ഫാത്തിമ കടുത്ത വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു കൂട്ടം ബ്രസീലിയൻ ആരാധകർ ലുബ്നയെ കൂക്കി വിളിച്ചു. എന്നാൽ മെസ്സി ഇനിയും കളിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് എതിരാളികളെ ധീരമായി നേരിട്ട ലുബ്നയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. അതോടെ മെസ്സിയുടെയും അർജന്റീനയുടെയും ആരാധികയായ ലുബ്ന മലയാളി ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ സ്റ്റാറായി. ലുബ്ന, ഹായ്. എന്തൊക്കെ? നല്ല വിശേഷം. സുഖല്ലേ? കഴിഞ്ഞ ലോകകപ്പിലാണല്ലോ സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായത്. അത് എങ്ങനെയായിരുന്നു ആ സംഭവം? സൗദി അറേബ്യനോട് അർജന്റീന തോറ്റപ്പോ ഭയങ്കര വിഷമായി. അപ്പൊ ബ്രസീലിന്റെ ആരാധകര് കളിയാക്കിന്നെ. അപ്പൊ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ അവര് റോട്ടിന്റെ അവിടെ നിന്നിട്ട് കളിയാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയും മെസ്സിക്ക് കളി ഉണ്ടായില്ലേ, ഞങ്ങൾ കപ്പെടുത്ത് കാണിച്ചു തരട്ടാന്ന് പറഞ്ഞു. വീണ്ടും മെസ്സിക്ക് കളി ഉണ്ടായി. ആ കളികളിലെല്ലാം ജയിച്ചു എന്ന് മാത്രമല്ല ട്രോഫി നേടി, അല്ലെ? ലോകകപ്പും അർജന്റീന നേടി. അതായത് മെസ്സി ആ കപ്പ് ഉയർത്തി. ഇനിയിപ്പോ പുതിയ ലോകകപ്പ് അർജന്റീന 1ാം സ്ഥാനത്ത് ഇപ്രാവശ്യം എത്തുവോ? നിങ്ങളെ കയ്യിലുള്ള കപ്പ് നിലനിർത്തുവോ? കപ്പ് നിലനിർത്തും. ഉറപ്പാ? ഉറപ്പാ. കൈ വിടൂല. ഞങ്ങള് നിലനിർത്തും നിർത്തും, അല്ലേ? അതെ. തോറ്റിട്ടുണ്ടെങ്കിൽ ബ്രസീലിന്റെ ആളുകൾ കഴിഞ്ഞ പ്രാവശ്യത്തിന് പകരം വീട്ടും. അതൊന്നും പ്രശ്നമല്ല. തോറ്റാലും അർജന്റീനന്റെ ഒപ്പം എന്നീ ലുബ്ന ഫാത്തിമ ഒപ്പം കൈ വിടാതെ ഉണ്ടാകും. അത് നന്നായി. കണ്ടോ പ്രേക്ഷകരെ, അവള് പറയുന്നു കേട്ടോ. അതായത് അർജന്റീന തോറ്റാലും ഞാൻ എന്നും അർജന്റീനയുടെ ഒപ്പം ഉണ്ടാവും എന്നാണ്. ഈ ലുബ്ന ഫാത്തിമ കഴിഞ്ഞ ലോകകപ്പിന് മുമ്പ് പോർച്ചുഗലിന്റെ ആരാധികയായിരുന്നു. അതായത് CR7 റൊണാൾഡോയുടെ ഏറ്റവും വലിയ ആരാധികയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ലോകകപ്പോട് കൂടിയിട്ടാണ് അർജന്റീന പക്ഷത്തേക്ക് വന്നത്, അല്ലെ? അതെന്താ അങ്ങനെ മാറിയത്? മെസ്സിനോടുള്ള ഇഷ്ടം കൂടി, അതേമാതിരി മെസ്സിന്റെ കളി കണ്ടപ്പോ ഇഷ്ടായി. അതുകൊണ്ട് പിന്നെ അർജന്റീനക്കായി. ഇനി മാറുവോ? മാറൂല. അർജന്റീന പ്രാവശ്യം തോറ്റിട്ട് പോർച്ചുഗലിലാണ്. പലരും പറയുന്നുണ്ട് പോർച്ചുഗലിൽ കപ്പ് നേടുന്നത്. പോർച്ചുഗലിൽ കപ്പ് നേടിയ പോർച്ചുഗലിന്റെ ഒപ്പം CR7 ഒപ്പം പോകുവോ? ഇല്ല. എന്നും അർജന്റീനന്റെ ഒപ്പം മെസ്സിന്റെ ഒപ്പം ഉറപ്പാണ്, അല്ലേ? ഉറപ്പാണ്. പോർച്ചുഗൽ ജയിച്ചാലും മെസ്സിന്റെ ഒപ്പം എന്ന് ഈ ലുബ്ന ഫാത്തിമ ഉണ്ടാവുന്ന ഉറപ്പാണ്. അതല്ല, നിന്റെ ഉപ്പ നിന്റെ ടീമിന്റെ എതിരാളിയാണ്, ബ്രസീലിന്റെ ആളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അത് ശരിയാ? അതെ. തന്നെ? അതെ. അപ്പൊ നിങ്ങള് വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇപ്പച്ചി സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഉള്ളിൽ ഇപ്പാക്ക് ഇഷ്ടം അർജന്റീനയാണ്, മോളെ ടീമിനോടാണ്, അല്ലേ? അതാണ് സത്യം, അല്ലേ? പിന്നെ മോള് പന്ത് കളിക്കലുണ്ടോ? കളിക്കലുണ്ട്. എവിടെ? ഒന്നെങ്കിൽ ഇവിടെ കളിക്കും, അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിൽ പോയി കളിക്കും. മോളൊക്കെ അടിക്കലുണ്ട്. അതെ. തന്നെ? ഈ അർജന്റീനന്റെ ജയിച്ച കിട്ടാ കളിക്കല്? അതെ. തന്നെ? അപ്പൊ ലുബ്ന ഫാത്തിമ വെറും ഒരു ടീമിന്റെ ആരാധിക മാത്രല്ല, ഫുട്ബോളും കളിക്കലുണ്ട്. ഈ വീടിന്റെ പരിസരത്തുള്ള കൊച്ചു മൈതാനങ്ങളിലൊക്കെ പോയി കൂട്ടുകാരികളോടൊപ്പം, അല്ലെ? പന്ത് തട്ടലുണ്ട്, ഗോളും അടിക്കലുണ്ട് എന്നാ പറയുന്നത്. ലുബ്ന, ഉപ്പാന്റെ ഉമ്മാന്റെ പേരെന്താണ്? ഉപ്പാന്റെ പേര് സുലൈമാൻ, ഉമ്മാന്റെ പേര് സുഹറാബി. പിന്നെ അനിയന ഏട്ടന ആരാ ഉള്ളത്? താത്താന്റെ പേരെന്താ? ലിൻഷിത. അവൾക്ക് ഫുട്ബോളിനോട് താല്പര്യമുണ്ടോ? തന്നെ? അർജന്റീനന്റെ ആരാധിക? പോർച്ചുഗൽ. നിന്റെ പഴയ ടീം, അല്ലേ? ലുബ്ന ഫാത്തിമയുമായിട്ടുള്ള ഈ ഹ്രസ്വ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. ലുബ്ന, സംസാരിച്ചതിന് നന്ദി. ലുബ്ന ഫാത്തിമയുടെ സ്വന്തം ടീം അർജന്റീന കപ്പ് നിലനിർത്തട്ടെ എന്ന് ആശംസിക്കുന്നു.